പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ്ക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഹല്ലേലൂയ! എല്ലായിടത്തു നിന്നും ആൾക്കാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. ആർക്കും തടയാൻ പറ്റാത്ത ഒരു അസാധാരണ വളർച്ച യേശു കർത്താവിൻ്റെ മിനിസ്ട്രിക്കകത്ത് ഉണ്ടായി. യേശു കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് വന്നു. അടുത്ത തലത്തിലേക്ക് ആ ശുശ്രൂഷ ഹല്ലേലൂയ വളർന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവിന് നമ്മെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുവാൻ ഹല്ലേലൂയ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നതിനും നാം കണക്ക് കൂട്ടുന്നതിലും അപ്പുറമായി നമ്മെ വലിയ ഒരു തലത്തിലേക്ക്, വലിയൊരു മേഖലയിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയരെ, ഈ കാലഘട്ടത്തിലും ഹല്ലേലൂയ നമ്മുടെ വേലകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ, നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ നമ്മെ ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് ഉയർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ! ഒരു ഷിഫ്റ്റ് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നടന്നതുപോലെ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും ഹല്ലേലൂയ അടുത്ത ഹല്ലേലൂയ ഒരു ആത്മമണ്ഡലത്തിലേക്ക്, ഹല്ലേലൂയ ഒരു വളർച്ചയുടെ തലത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം വിശ്വസ്തന. എന്താ ഇവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിക്കകത്ത് ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് ഉയരുവാൻ ദൈവം ഒരു കുഷ്ഠരോഗിയെ ഉപയോഗിച്ചത്. ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് ഹല്ലേലൂയ യേശുവേ കരുണയുണ്ടാകണമേ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഹല്ലേലൂയ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു കൈനീട്ടി, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. അവൻ ഹല്ലേലൂയ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ജീവിതം ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ടെസ്റ്റിമണിയാ യേശുവിൻ്റെ മിനിസ്ട്രിയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ചില വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ കൂട്ടിമുട്ടലുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരുപക്ഷെ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിയോട് ഇടപെടുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി കാരണമായി തീരും. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ദൈവിക മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ചിലരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ചില ദൈവിക കണക്ഷൻ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ചില വ്യക്തികളെ നിങ്ങൾ സഹായിക്കുമ്പോൾ, ചിലർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ചിലരുടെ മേൽ നിങ്ങൾ കൈവെക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസത്തിന്, വലിയ അനുഗ്രഹത്തിന് കാരണമായി തരും. പ്രിയരെ, എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ ഒരു വ്യക്തിയോടെങ്കിലും അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറയാൻ, അങ്ങയുടെ നാമത്തെക്കുറിച്ച് സംസാരിപ്പാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ അത് ജീവിതത്തിൽ നന്മയ്ക്കായി തീരും. ഹല്ലേലൂയ! എന്താ ഇവിടെ സംഭവിച്ചത്? സൗഖ്യം പ്രാപിച്ച വ്യക്തി പുറപ്പെട്ടു. ബൈബിൾ പറയുന്നു അവൻ പുറപ്പെട്ടു. പ്രിയരെ, ഹല്ലേലൂയ ദൈവിക നന്മകൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു പുറപ്പാട് നമുക്കുണ്ട്. നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ നാം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. നാം പുറപ്പെടണം. ആകയാൽ നാം പുറപ്പെട്ട് സകല ജാതികളുടെ മുമ്പിലും യേശുവിനെ കുറിച്ച് പറയണം. ഇന്നുവരെയും നാം അനുഭവിച്ച നന്മകളെ ഹല്ലേലൂയ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയരെ, അതിന് പുറപ്പെടാനുള്ളൊരു കാലഘട്ടമാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനം, ഒരു മുമ്പോട്ടുള്ള മൂവ്മെൻ്റ് ആവശ്യമത്രേ. ഹല്ലേലൂയ ചോരത്തളിക ആചരിച്ച ഹല്ലേലൂയ ഇസ്രായേൽ ജനം കുഞ്ഞാടിൻ്റെ രക്തത്താൽ കട്ടളമേൽ കുറുമ്പടിമേൽ ഹല്ലേലൂയ പൂശിയതിനു ശേഷം ആ രാത്രി സംഹാരദൂതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ അവർക്ക് ഒരു പുറപ്പാട് ദൈവം കൊടുത്തു. ഹല്ലേലൂയ അവർ അവിടെ നിന്ന് ഇരുന്ന സ്ഥലത്തു നിന്ന് മുമ്പോട്ട് പോകുവാൻ തുടങ്ങി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഒരു നന്മ പ്രാപിച്ചെങ്കിൽ, ഒരു അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ വെറുതെ ഒരിടത്ത് കുത്തിയിരുന്ന് മടിയന്മാരെ പോലെ ഇരിക്കരുത്. നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ
പുറപ്പെടേണ്ട സമയമാണ്. നാം ഹല്ലേലൂയ മറ്റു വ്യക്തികളോട് യേശുവിനെക്കുറിച്ച് പറയേണ്ട സമയമാണ്. 2, അവൻ പുറപ്പെടുക മാത്രമല്ല, യേശുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. യേശു എനിക്ക് ചെയ്തതെന്തെന്ന്, യേശു എന്നെ എങ്ങനെ സൗഖ്യമാക്കിയെന്ന്, യേശു എനിക്ക് ആരെന്ന് അവൻ ജീവിതത്തിൽ അനുഭവിച്ചത് പറയാൻ തുടങ്ങി. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുമോ? ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും എന്നെ നടത്തിയ ഒരു ദൈവമുണ്ടെന്ന്, എന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ടെന്ന്, എൻ്റെ കുടുംബത്തെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്, അല്ലെങ്കിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ എന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ടെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഈ ഒരു വാർത്ത ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിനും അപ്പുറത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് ഒരു ഷിഫ്റ്റ് ദൈവം തരും. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്തൊരു ഷിഫ്റ്റ് തരും, നിങ്ങളുടെ ജോലിക്കകത്തൊരു ഉയർച്ച തരും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു നന്മ തരും. ഹല്ലേലൂയ. ഓബേദെദോം ദൈവത്തെ ശുശ്രൂഷിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ദൈവം മാറ്റി. ഇയ്യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തി. ദാനിയേൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദാനിയേലിനെ രാജാവിൻ്റെ മുമ്പാകെ, അധികാരികളുടെ മുമ്പാകെ ദൈവം മാനിച്ചു. ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഹല്ലേലൂയ, ദൈവ പ്രവൃത്തി നീ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ നന്മകൾ നീ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി വായടച്ചു വെക്കരുത്, ഇനി വെറുതെ ഇരിക്കരുത്. ഒന്ന് പുറപ്പെടാൻ തയ്യാറാകണം, ഒന്ന് പ്രസംഗിപ്പാൻ തയ്യാറാകണം, മറ്റുള്ളവരോട് പറയാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ കർത്താവ് വലിയ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ പ്രശസ്തി ദേശത്ത് ദൈവം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഹല്ലേലൂയ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നെ മാനിക്കാൻ തുടങ്ങും. സകല ജാതികളുടെ മുമ്പാകെയും ഇനി മറച്ചു വെക്കാൻ പറ്റത്തില്ല, ഇനി ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഹല്ലേലൂയ മറ്റുള്ളവർ കണ്ട ദൈവത്തെ സ്തുതിപ്പാൻ ഹല്ലേലൂയ അത് ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലവും കർത്താവേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിനകത്ത് വലിയ ടെസ്റ്റിമണികൾ വരട്ടെ, വലിയ നന്മകൾ വെളിപ്പെടട്ടെ. ആർക്കും മറയ്ക്കാൻ പറ്റാത്ത, ആർക്കും ഒതുക്കാൻ പറ്റാത്ത നന്മകളാൽ ഇവരെ നിറയ്ക്കണം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.